നമ്മൾ ആത്മാവിനെ മദീനയിലേക്ക് തുറന്നു വെക്കണമെന്ന്, നമ്മൾ അലസമാകരുതെന്ന്, നമ്മൾ നിഷ്ക്രിയമാകരുതെന്ന്, നമ്മൾ ഉറക്കു തൂക്കുന്ന ആളുകളാകാൻ പാടില്ല എന്ന്, നല്ല ഉന്മേഷത്തോടെ ഇരിക്കണമെന്ന് റാഷിദിന്റെ പേര് ഹുജ്റത്തു ഷരീഫയിൽ പറയപ്പെട്ടാൽ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഹമ്മദിന്റെയും അബൂബക്കറിന്റെയും പേര് പറയപ്പെട്ടാൽ, ആയിഷയുടെയും ഖദീജയുടെയും പേര് പറയപ്പെട്ടാൽ, ആരുടെ അടുക്കലാണ് പറയപ്പെടുന്നത്? അതൊരു നിസ്സാര വ്യക്തിയുടെ ഹളറത്തിലല്ല. ലോകത്ത് അതുപോലെ ഒരു വ്യക്തിത്വമില്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. ചെല്ല് മൗലായ സലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നന്മയുടെ വിഷയത്തിൽ പങ്കുകാരില്ലാത്ത, സമാനതകളുള്ളവരില്ലാത്ത, ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയുള്ള നേതാവിന്റെ തിരുഹളറത്തിൽ ബിസ്മിഹി, ആ സ്വലാത്ത് ചൊല്ലുന്നവന്റെ പേര് കൊണ്ട് ആ മലായികത്തുകൾ പറയുമെന്നാണ്. വനസബിഹി, അവരുടെ തറവാട് കൊണ്ട് അറിയിക്കുമെന്നാണ്. വഅശീറതിഹി, അവരുടെ കുടുംബത്തെക്കുറിച്ചും അവിടെ പറയപ്പെടുമെന്നാണ്. അങ്ങനെയുള്ളൊരു രാത്രിയാണിത്. അങ്ങനെ പറയപ്പെടുന്ന ഒരു സാഹചര്യമുള്ള സമയമാണിത്. പറച്ചിലുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. വഇൻദഹു സഹീഫ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു രേഖയുണ്ട്, ഒരു ലെഡ്ജറുണ്ട്, ഒരതാ രേഖപ്പെടുത്താനുള്ള സംവിധാനമുണ്ട്. ആ രേഖപ്പെടുത്താനുള്ള രേഖയിൽ എന്താണ് രേഖപ്പെടുത്തുന്നത്? അതേ, ഈ സ്വലാത്ത് ചൊല്ലിയവന്റെ പേരും, അതേ അവന്റെ കുടുംബവും അവന്റെ തറവാടുമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നവാനുള്ള സഹീഫത്തും ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുഹളറത്തിലുണ്ടല്ലോ. ഈ സദസ്സിലുള്ള നമ്മളുടെ പേര് ആ സഹീഫത്തിലൊന്ന് രേഖപ്പെടുത്തി കിട്ടിയാൽ, നമ്മുടെ കുടുംബത്തെയും ഒന്ന് രേഖപ്പെടുത്തി കിട്ടിയാൽ, അൽഹംദുലില്ലാഹ്, അതിനേക്കാൾ വലിയ നേട്ടമുണ്ടോ? അത് രേഖപ്പെട്ട് കിട്ടണമെന്ന് കൊതിച്ചാണ് നമ്മൾ ഇവിടെ ഇരിക്കേണ്ടത്. അതേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്സാര വ്യക്തിയല്ല, സാധാരണ വ്യക്തിയല്ല. അതേ, അവിടുത്തെ ജീവിതത്തിൽ പ്രയാസമുണ്ടായി. അതാണ് ഞാൻ സൂചിപ്പിച്ചു തുടങ്ങിയത്. ആമുൽ ഹുസ്ൻ എന്ന് പറഞ്ഞല്ലോ, അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ വഫാത്ത് കൂടെ നടന്ന വർഷമാണ്. അല്ലാഹുവിന്റെ ഹബീബിന് പ്രതിസന്ധിയുള്ള വർഷമാണ്. ആ വർഷമാണ് ഇസ്റാ മിഅ്റാജിന്റെ യാത്രയുണ്ടാകുന്നത്. ഹബീബിന്റെ മനസ്സിനു ശക്തി പകരാനാണ്, അനുഭവിക്കുന്ന പ്രയാസങ്ങളെ മുഴുവനും മറക്കാനാണ്, സർവ്വതും അതേ എല്ലാത്തിൽ നിന്നും മാറിയിട്ട് വല്ലാത്തൊരനുഭൂതി ലഭിക്കാനാണ്. ലോകത്ത് മറ്റൊരാൾക്കും ലഭിക്കാത്ത വിധത്തിലുള്ള സ്ഥാനം അതേ സർവ അമ്പിയാക്കളെക്കാളും മികക്കണ്ടേ മുത്തുനബി? അങ്ങനെയല്ലേ അള്ളാഹു ഉദ്ദേശിക്കുന്നത്? കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചവരാണ്. അപ്പോഴാണ് ആഗ്രഹിച്ചത്
പിടിച്ചു പോയത്. ആ സൗന്ദര്യമുള്ള കലാമിന്റെ ഉടമയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഇല്ല മൂസ, കഴിയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് കാണാതിരിക്കാൻ പറ്റൂല. വാശി പിടിച്ചപ്പോൾ കാണാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അതിനുവേണ്ടി എന്തു ചെയ്തു? അല്ലാഹുവിന്റെ ദാത്തിന്റെ ജലാലിയത്തിന്റെ നൂറിന്റെ അംശത്തിന്റെ എത്രയോ അശേഷം ചെറുതായ അംശത്തിലേക്ക് വന്നാലും അതുപോലും ഇല്ലാത്തതിന്റെ ഒരു ചെറിയ സാന്നിധ്യം അതേ നോക്കാൻ പറഞ്ഞ തൂരിസിന പർവ്വതത്തിലേക്ക് പതിക്കാൻ തുടങ്ങിയിട്ടില്ല. ഫഖറ മൂസാ സൈഖാ, ബോധം കെട്ട് വീണുപോയതല്ലേ. എന്നാൽ അതിന്റെയും അപ്പുറത്ത് റബ്ബിന്റെ സാന്നിധ്യത്തിലേക്കും അവനെ സാധ്യമാകുന്ന ലിഖായിലേക്കും അതേ അനുഭൂതിയിലേക്കും എത്തിക്കും വിധത്തില് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സ്ഥാനമായിട്ടുകൂടെ അവിടുത്തെ ആദരിക്കുന്നതിനു വേണ്ടി അല്ലാഹു സംവിധാനിച്ച യാത്രയല്ലയോ? ആ യാത്ര കാരണമല്ലേ റജബിന്റെ ഫളിലിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി ശഅബാൻ മാസമോ, അതും ഹബീബിനോടുള്ള ആദരവാണ്, ബഹുമാനമാണ്. സർവ പ്രവാചകന്മാരിനെക്കാളും അപ്പുറത്ത് ആദരവ് മുത്തുനബിക്ക് വേണമല്ലോ. ചർച്ചയുണ്ടല്ലോ, അബുൽ ബശർ ആദം അലൈഹിസ്സലാം അവിടുത്തെ അല്ലാഹ് ആദരിച്ചല്ലോ. മലായികത്തുകൾ നേരിട്ട് മുത്തുനബിയെ ആദരിക്കുന്നതിന് വേണ്ടി സുജൂദ് സമർപ്പിക്കാൻ അല്ലാഹു പറഞ്ഞല്ലോ. അതേ പ്രവാചകർക്ക് അങ്ങനെ ഉണ്ടായില്ലല്ലോ. അപ്പൊ അതേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണോ ആ വിഷയത്തില് മുന്നിലുള്ളത്? അതല്ല മുത്തുനബിയാണോ? ചർച്ചയുള്ളിടത്ത് പറഞ്ഞു, ആദം നബിയുടെയും അപ്പുറത്ത് മികവാർക്കാണുള്ളത്? അത് അല്ലാഹുവേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആദം നബിയെ ആരെ ആദരിച്ചുള്ളൂ? അതേ മലായികത്തുകളെ നിങ്ങൾ സുജൂദ് ചെയ്യൂന്നല്ലേ അല്ലാഹ് പറഞ്ഞിട്ടുള്ളൂ. എന്നാലോ തന്റെ ഹബീബിനോടുള്ള ആദരവിന്റെ രീതിയോ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി, അതേ അല്ലാഹും അവന്റെ മലായികത്തും ആദം നബിക്ക് മലായികത്തിന്റെ മാത്രം സുജൂദേയുള്ളൂ. ഇവിടെയോ ഹബീബിനോ അതേ ഇന്നല്ലാഹ വമലായിക, അതേ അല്ലാഹും അവന്റെ മലായികത്തുകളും മലക്കുകളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആദം നബിയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരുപോലെയാകുമായിരുന്നു. ഇവിടെ അതിനേക്കാളും കമാലിയത്ത് വേണം. അതിനെന്തു ചെയ്തു? അല്ലാഹു പ്രയോഗിച്ചത് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ വമലായിക, അല്ലാഹും അവന്റെ മലായികത്തുകളും യുസല്ലൂ, സ്വലാത്ത് ചെല്ലുന്നു, സ്വലാത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വലാത്ത് ചെല്ലുന്ന പോലെ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നിങ്ങനെ പറയാലല്ല. പിന്നെ എന്താണ്? അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഹബീബിനെ പുകഴ്ത്തലാണ്, അവിടുത്തെ പ്രശംസ പറയലാണ്, അവർക്ക് അവിടുത്തേക്ക് ദറജ കൊടുക്കലാണ്. ആ സ്വലാത്തിന്റെ വിവക്ഷയെന്ന് മഹാന്മാര് വിശദീകരിച്ചു. ഇവിടെ നിങ്ങൾ നോക്കൂ, അല്ലാഹുവും കൂടെ പങ്കുചേർന്നു മുത്തുനബിയോടുള്ള ആദരവില്. നേരത്തെ മലായികത്തുകളെ ചെയ്തുള്ളൂ, ഇവിടെ അല്ലാഹുവും കൂടെ അതിലങ്ങ് പങ്കുചേർന്നു, മലായികത്തുകളും പങ്കുചേർന്നു. ഇങ്ങനെ ഒരു കാര്യം വേറെയുണ്ടോ? ഒരു അമലുമില്ലല്ലോ. അതേ അല്ലാഹും മലായികത്തുകളും നിർവഹിക്കുന്നു, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും നിർവഹിക്കണം എന്ന് പറഞ്ഞ മറ്റൊരു കാര്യമില്ല. വേറെ ഒരു കാര്യം
കാര്യം നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയം ഇവിടെ അങ്ങനെയാണ്. അതാ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്ന അങ്ങേയറ്റത്തെ ആദരവ്. റജബിലെ മറ്റാർക്കുമില്ലാത്ത ഒരു ആദരവിന്റെ യാത്രയുണ്ടായെങ്കിൽ ശഅബാനിൽ മറ്റൊരാൾക്കും ലഭിക്കാത്ത വിധത്തിലുള്ള ഒരു ആദരവ് ഈ സൂക്തത്തിലൂടെ അല്ലാഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുകയാണ്. ഇനി നിങ്ങൾ നോക്കുക ആദരവിന്റെ വലുപ്പം. നമ്മൾ എത്രമാത്രം റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലണമെന്ന് ഈ ആയത്ത് ശരിക്കും പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂൻ. അതൊരു ഇസ്മിയായ ജുംലയാണ് അല്ലേ? അറബി വ്യാകരണം അറിയുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് അറിയാം ഈ ഒരു വാചകം എന്താണ് അർത്ഥമാക്കുന്നത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂൻ എന്ന് പറയുമ്പോ ഈ ഇസ്മിയായ ജുംലയ്ക്ക് ശേഷം മുസ്തഖ്ബിലായ യുസല്ലൂൻ എന്ന വാചകം കൂടെ വരുമ്പോ എന്താണ് അവിടെ നമുക്ക് ലഭിക്കുക? തഖ്തളി അത്തജദ്ദുദ വൽ ഇസ്തിംറാർ. അവിടെ തജദ്ദുദ് ഒരിക്കൽ പറഞ്ഞതല്ല, ഒക്കെ പുതിയതാണ്, അപ്ഡേറ്റഡ് ആയ കാര്യങ്ങളാണ്. അപ്പൊ എല്ലാ സമയത്തും ഇസ്തിംറാർ നിരന്തരം, ഒരു സമയം ഒഴിവാകാതെ, ഒരു സെക്കൻഡും ഇടതടവില്ലാതെ, ഒരു ദിവസം ഒഴിവാകാതെ ആ അർത്ഥത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രശംസ പറയുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ആ ചെല്ലുന്ന പ്രശംസ ഇന്നലെ പറഞ്ഞതാണോ ഇന്ന്? അല്ല, ഒക്കെ പുതിയതായി പുതുക്കപ്പെട്ട നിലക്ക് ഇങ്ങനെ എന്ത് ചെയ്യാണ് പറയപ്പെടുകയാണ്. അപ്പൊ ആ വാചകത്തിൽ അത്രയും എന്ന് പറഞ്ഞാൽ മലായികത്തുകൾ ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വലിയ ദറജകൾ, അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ അതിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ വാചകത്തിന്റെ തന്നെ അർത്ഥം. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് ആർക്കെങ്കിലും കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ? സിദ്ദീഖ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായോ? ഇല്ല. അതേപോലെ തന്നെ ലോകത്ത് ഒരാൾക്കും മനസ്സിലായിട്ടില്ല, മനസ്സിലാവില്ല. എന്തുകൊണ്ട് മനസ്സിലാവില്ല? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിന് നൽകിയ സ്ഥാനമാനങ്ങൾ എന്താണെന്ന് സൃഷ്ടികൾക്ക് പോലും അറിയില്ല. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദുൽ ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫകൈഫ യുദ്രികു ഫീ ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലൗ അൻഹു ബിൽ ഹുലൂമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എങ്ങനെയാണ് ഈ ദുനിയാവിലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മനസ്സിലാക്കുക? ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ ചിലത് നമുക്ക് മനസ്സിലായി എന്നേ പറയാൻ പറ്റൂ. മനസ്സിലാകാത്തതാണ് പലതും. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചുള്ള പ്രശംസ ആവർത്തിച്ച് എത്രയോ ഇങ്ങനെ പറയുമ്പോ അതെവിടെ ചെന്ന് അവസാനിക്കുമില്ല, എവിടെയും തീരുന്നതല്ല. അതുകൊണ്ടാണ് ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബൻ ഹുനാതി ഖും ബിഫമി. ഈ സൂക്തവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കൂടെ ഈ വരികളെ വായിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല, സമയത്തിന് പരിമിതിയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വരാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ വാർഷികത്തിന്റെ മജ്ലിസല്ലേ. എല്ലാ മാസവും ഈ മജ്ലിസ്
നടക്കാറുണ്ടല്ലോ, അത് വലിയ ഭാഗ്യമാണല്ലോ. ആ മജ്‌ലിസിൽ നമ്മളെ തടിയൊന്ന് കൊണ്ടുപോയി വെക്കുക തന്നെ വലിയ ഭാഗ്യമല്ലേ? അതിൽ സമയം ചെലവഴിക്കുന്നത് വലിയ ഭാഗ്യമല്ലേ? അതിനെ നിസ്സാരമായി കാണാൻ പറ്റുമോ? അങ്ങനെ കണ്ടാൽ അത് ആരുടെ മജ്‌ലിസിനെയാണ് നിസ്സാരമായി കാണുന്നത്? അത് മുത്തുനബിയുടെ മജ്‌ലിസിനെയല്ലേ നിസ്സാരമായി കാണുന്നത്? ഈമാനുള്ള ഒരാൾക്ക്, ഹിദായത്തിന്റെ വഴിയിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മജ്‌ലിസിനെ നിസ്സാരമായി കാണാൻ കഴിയുക? അത് സാധ്യമല്ല. അത് അദബുകേടാണ്. അങ്ങനെ അദബുകേടുണ്ടായാലോ അത് വലിയ അപകടവുമാണ്. അത് വിശാലമായൊരു പാർട്ടാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ സംഗതി പറയാം. അപ്പൊ സ്വലാത്ത് ചെല്ലാനാണ് നമ്മളോട് നിർദ്ദേശിച്ചത്. ആ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചത് അല്ലാഹും മലായികത്തുകളും ചൊല്ലുന്നു പറഞ്ഞിട്ടാണ്. സഹോദരങ്ങളെ, അല്ലാഹു തന്നെ ആ അർത്ഥത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഖാലിഖായ റബ്ബ് തന്നെ അങ്ങനെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ, മഖ്ലൂഖീങ്ങളായ അല്ലാഹുവിന്റെ അടിമകളായ നമ്മൾ എത്രമാത്രം ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടതുണ്ട്. സ്വലാത്ത് ചൊല്ലാൻ, അവിടുത്തെ മജ്‌ലിസ് സംഘടിപ്പിക്കാൻ അധ്വാനിക്കേണ്ടതുണ്ട്. കഴിഞ്ഞല്ലോ. ഇനി ഒറ്റ വാചകം കൂടെ പറയാം, എല്ലാം കൂടെ വിശദീകരിക്കാൻ സമയമില്ല. യുസല്ലൂന അലൻ നബി എന്നല്ലേ പറഞ്ഞത്? അലാ മുഹമ്മദ് എന്ന് പറഞ്ഞില്ലല്ലോ, അലൈക എന്ന് പറഞ്ഞില്ലല്ലോ, അലർ റസൂൽ എന്ന് പറഞ്ഞില്ലല്ലോ. എന്താണ് അതിന്റെ താല്പര്യം? അലൻ നബി എന്ന് പറയാനുള്ള താല്പര്യം. ഒന്ന്, റസൂൽ എന്നുള്ളത് മഖ്ലൂഖീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്യപ്പെടുന്ന, അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയോഗിക്കുന്ന പ്രയോഗമാണ് റസൂൽ എന്ന് പറയുന്നത്. നബി എന്നുള്ളത് ഇലാഹുമായി ബന്ധപ്പെടുന്നത്, ഇലാഹുമായി ബന്ധപ്പെടുന്നതാണ് നബി എന്ന പ്രയോഗം. അള്ളാഹുവിന്റെ പ്രവാചകർ എന്ന അർത്ഥത്തിൽ നബി എന്നുള്ളത് അള്ളാഹു ഇലാഹിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നതാണ്. അതേസമയം റസൂൽ എന്ന് പറയുന്നത് ആ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഖ്ലൂഖീങ്ങളിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ അള്ളാഹു സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോ അവിടെ പ്രയോഗിക്കാൻ ഏറ്റവും നല്ലത് അന്നബി എന്നതാണ്. എന്നാൽ അത് മാത്രമല്ല, അവിടുത്തെ ആ പ്രയോഗത്തിന്റെ താല്പര്യം അലാ മുഹമ്മദ് എന്ന് പ്രയോഗിക്കാതെ, അലൈക എന്ന് പ്രയോഗിക്കാതെ, അലൻ നബി എന്ന് പ്രയോഗിക്കാനുള്ള കാരണം അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയാ. മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറഞ്ഞുകൊണ്ട്, അതേ മുഹമ്മദിന്റെ മേലിൽ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു പറയാൻ അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹ്ക്ക് അത് ഇഷ്ടമില്ല. അത് ഇഷ്ടമില്ല എന്ന് വെറുതെ പറയല്ല. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചാൽ 6666 സൂക്തങ്ങളിൽ എവിടെയെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യാ മുഹമ്മദ് എന്ന് വിളിച്ചത് കാണോ? ഒറ്റ സ്ഥലത്തും കാണൂല, ഒരു സ്ഥലത്തും കാണൂല. കാരണം എന്താണ്? തന്റെ ഹബീബിനെ പേരെടുത്ത് സംബോധന ചെയ്യാൻ അള്ളാഹ്ക്ക് താല്പര്യമില്ല. അത് ഹബീബിന് അള്ളാഹു നൽകുന്ന ആദരവാണ്. ഈ സൂക്തത്തിലെ ഒന്നാമത്തെ ഒരു ആദരവിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത് ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന എന്ന് പറഞ്ഞത്. രണ്ടാമത് അതേ ഈ സൂക്തത്തിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു ആദരവാണ് അലൻ നബി എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ടിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയാൻ അല്ലാഹ്ക്ക് ഇഷ്ടമില്ല. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, ഖുർആനിൽ കാണാം. യാ യഹ്യ ഖുദിൽ ഖിതാബ ബിൽ ഖുവ്വ
ഖുർആനിൽ കാണാം. യാ മൂസ എന്ന് കാണാം, യാ ഇദ്രീസ് എന്ന് കാണാം, യാ ഇബ്രാഹിം എന്ന് കാണാം. ഇങ്ങനെ തുടങ്ങിയിട്ട് പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ഒട്ടനവധി പ്രവാചകന്മാരുടെ പേരെടുത്തിട്ട് അള്ളാഹു നേരിട്ട് വിളിച്ചത് ഖുർആനിൽ നമുക്ക് കാണാം. എന്നാൽ ഖുർആനിന്റെ മിൻ അവ്വലി ഇലാ ആഖിരിഹി എവിടെയെങ്കിലും യാ മുഹമ്മദ് എന്ന് വിളിച്ചത് നമുക്ക് കാണാൻ കഴിയുമോ? കാണാൻ കഴിയില്ല. റസൂലുള്ളാഹിന്റെ പേര് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും. അതൊരു നിലപാട് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ അവിടെയും എന്ത് ചെയ്തിട്ടില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ചിട്ടില്ല. ആരും വിളിച്ചിട്ടില്ല എന്ന്. ലോകം സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന പടച്ചോൻ വിളിച്ചിട്ടില്ല എന്നാ പറയണത്. റസൂലുള്ളാഹിനെ പിന്നെ വിളിച്ചിട്ടില്ലേ? ഖുർആനിൽ വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹർ റസൂലു യാ അയ്യുഹൻ നബിയ്യു യാ അയ്യുഹൽ മുദ്ദസ്സിറു യാ അയ്യുഹൽ മുസമ്മിലു. ഇങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരില്ല. ഓ റസൂലായവരെ, ഓ നബിയായവരെ, ഓ പുതപ്പിട്ട് മൂതിക്കൊടുക്കുന്ന പ്രവാചകരെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥകളോ വിശേഷണങ്ങളോ ആ പ്രയോഗങ്ങൾ മാത്രമാണ് വിളിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ കാണുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഞാൻ എന്തിനാ പറയുന്നറിയോ? നമ്മളെ ഈ ഇരിക്കുന്ന മജ്‌ലിസ് ചെറിയ മജ്‌ലിസല്ലേ. നമ്മളെ ഖൽബിൽ അതിന്റെ ഗൗരവം വരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ചില്ലറ കാര്യമല്ല. അല്ലാഹു തന്നെ ഇത്രയും ഗൗരവത്തിലും ഇത്രയും വലിയ പരിഗണനയിലും ഇത്രയും വലിയ ആദരവോടെയും ഇത്രയും വലിയ സ്നേഹത്തോടെയും ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്ത ഞാനും നിങ്ങളും എത്രയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ ആദരവ് കാണിക്കേണ്ടത്, മഹബ്ബത്ത് പ്രകടിപ്പിക്കേണ്ടത്. അതേ, അവിടുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടത് എത്രയാണ്. പക്ഷേ നമ്മളവസ്ഥ എന്താ? നമ്മളതൊന്നും പരിഗണിക്കാറില്ല. നമ്മൾ അതിനെ ഗൗരവത്തിൽ കാണാറില്ല. സ്വലാത്ത് ഇങ്ങനെ ഉസ്താദ്മാരിങ്ങനെ തുടങ്ങും. കുറച്ച് വയസ്സുള്ള ആളുകൾ ഇങ്ങനെ ഉണ്ടാവും. ചെറുപ്പക്കാർക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഈ നാട്ടിലത്തല്ല, നാട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് കൂടെയാണ്. ഇനി ഇല്ല, അൽഹംദുലില്ലാ, സന്തോഷം. അത് യഥാർത്ഥത്തിൽ നമുക്ക് വ്യത്യസ്ത തിരക്കുകൾ ഉണ്ടാകും. പക്ഷേ ആ തിരക്കിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു തിരക്കായി വരേണ്ട സംഗതിയല്ലേ ഈ മജ്‌ലിസ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസ്. കാരണം നമ്മൾ എന്തിനു വേണ്ടി പുറപ്പെട്ടാലും ദുനിയാവിലുള്ള ഏതു കാര്യവും നമുക്ക് കിട്ടാനുള്ള സബബാരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വല്ലാഹുൽ മുഅ്തി അനിൽ ഖാസിമു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, തരുന്നവൻ അല്ലാഹുവാണ്, സർവ്വതും തരേണ്ടത് അല്ലാഹുവാണ്. കുടുംബത്തെ തന്നവൻ അല്ലാഹുവാണ്, പണം തന്നത് അല്ലാഹുവാണ്, സൗകര്യങ്ങൾ തന്നത് അല്ലാഹുവാണ്, ജീവിതത്തിൽ അഭിവൃദ്ധി തന്നത് അല്ലാഹുവാണ്. അതെല്ലാം തരുന്നവൻ അല്ലാഹുവാണെങ്കിലും അത് ലഭിക്കാനുള്ള സബബാരാ അനിൽ ഖാസിമോ, ഞാനാണ് വിതരണക്കാരനെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഈ ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അങ്ങയെ നാം അയച്ചിട്ടില്ല എന്ന് പടച്ചവൻ പറഞ്ഞതിന്റെയും താല്പര്യം സർവ്വ അനുഗ്രഹങ്ങൾക്കും സബബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അനുഗ്രഹങ്ങൾ മുഴുവനും ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കുമ്പോൾ
മുത്തുനബിയെ നമ്മൾ മറന്നാ പറ്റുമോ? അവിടുത്തെ മജ്‌ലിസിനെ നമ്മൾ അവഗണിച്ചാൽ പറ്റുമോ? ഇത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. രണ്ടാമത്തതോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. ഒരാളും വിശ്വാസിയാകൂല, ഒരാളും വിശ്വാസിയാകൂല ഏതുവരെ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു, നിങ്ങളുടെ തടിയിച്ചയാകുന്നത് വരെ, തബഅൻ ലിമാ ജിഅതു ബിഹി, ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങളോട് പിൻപറ്റുന്ന വിധത്തിലേക്ക് നിങ്ങളെ ശരീരത്തിന്റെ ഹവയാകുന്നത് വരെ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാകില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി